മോദിക്ക് എന്നെ ഭയമാണ്, എനിക്ക് മോദിയെ ഭയമില്ല. ഈ പ്രസ്താവന ലോക്സഭയിൽ ഒരു 100 തവണയെങ്കിലും രാഹുൽ നടത്തിയിട്ടുണ്ടാവണം. അതിലേറെ തവണ ഹിന്ദുമതത്തെയും ദൈവങ്ങളെയും ലോക്സഭയിലേക്ക് രാഹുൽ വലിച്ചിട്ടിട്ടുണ്ട്. പലവട്ടം മാപ്പ് പറഞ്ഞും വിശദീകരിച്ചും മാറ്റി പറഞ്ഞും രക്ഷപ്പെട്ട രാഹുലിന് ഇനി അതിന് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല. കാരണം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു. ആ പദവിയുടെ ഗൗരവം മനസ്സിലാക്കി വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. രാഹുലിന്റെ ലോഞ്ചിങ് നാടകങ്ങൾ പലകുറി കണ്ട ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നി പ്രസംഗത്തെയും മറ്റൊരു ചരിത്ര നേട്ടമായി അവതരിപ്പിക്കാനാണ് പതിവ് പോലെ കോൺഗ്രസിന്റെയും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളുടെയും ശ്രമം ഇപ്പോൾ. അതെന്തുമാവട്ടെ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ തികഞ്ഞ പരാജയമാണ് എന്ന് ഓരോ ലോക്സഭാ പ്രസംഗങ്ങളും തെളിയിക്കുന്നു. തിങ്കളാഴ്ച ലോക്സഭയിൽ നടന്ന പ്രസംഗത്തിലും തെറ്റായ വിവരങ്ങളും കള്ളപ്രചരണങ്ങളും തന്നെയാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. സഭാരേഖകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗവും നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുത്തിയത് രാഹുലിന്റെ അവാസ്തവ പ്രസ്താവനകളും വ്യാജ പ്രചരണങ്ങളും തന്നെയാണ്. ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയും മോശക്കാരാക്കി ഉദാഹരിച്ചുകൊണ്ട് രാഹുൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് ഇടവരുത്തിയത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഭയവും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്ന അക്രമികളാണ് എന്നാണ് രാഹുലിന്റെ അധിക്ഷേപം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ഹിന്ദു വിരുദ്ധ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തുകയും സഭയിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. 1.25 മണിക്കൂർ നീണ്ട പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ പരിഹാസവും കള്ളങ്ങളും നിറഞ്ഞപ്പോൾ പലവട്ടം ലോക്സഭാ സ്പീക്കർക്ക് ഇടപെടേണ്ടി വന്നു. സഭാ മര്യാദകൾ പ്രതിപക്ഷ നേതാവിനെ 10ലേറെ തവണ ഓർമ്മിപ്പിക്കേണ്ട ഗതികേടാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കുണ്ടായത്. ശിവന്റെയും മറ്റു ദൈവങ്ങളുടെയും ഫോട്ടോകൾ സഭയിൽ പ്രദർശിപ്പിച്ച രാഹുലിന്റെ നടപടിയെ അടക്കം സ്പീക്കർ വിമർശിച്ചു. സഭാ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്പീക്കറെ അപമാനിക്കുകയായിരുന്നു രാഹുലിന്റെ ശ്രമം. താങ്കൾ പ്രധാനമന്ത്രിയെ വണങ്ങി സ്വീകരിച്ചപ്പോൾ തന്നെ താങ്കൾ നിവർന്നു നിന്നാണ് സ്വീകരിച്ചതെന്ന് രാഹുൽ ഓം ബിർളയോട് പറഞ്ഞു. മുതിർന്നവരെ സ്വീകരിക്കുമ്പോൾ തല കുനിക്കണമെന്നാണ് എന്റെ സംസ്കാരം എന്ന് പഠിപ്പിച്ചതെന്ന മറുപടി നൽകി സ്പീക്കർ രാഹുലിനെ നിശബ്ദനാക്കി. പ്രധാനമന്ത്രിയെ പോലെയല്ല രാജ്നാഥ് സിംഗ് തന്നെ ചെറു പുഞ്ചിരിയോടെ സ്വീകരിച്ചെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ഗൗരവത്തോടെ കാണണമെന്നാണ് ഭരണഘടന പറയുന്നതെന്ന കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് മോദി രാഹുലിന് നൽകിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ നാടകം നടത്തുന്ന വ്യക്തികൾക്ക് ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ട് എന്ന് പോലും അറിയില്ല എന്ന രാഷ്ട്രീയ മറുപടി നൽകിയ അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പ്രസ്താവനയിൽ സ്തബ്ധനായി നിൽക്കുന്ന രാഹുലിനെയും സഭയിൽ കണ്ടു. പ്രസംഗത്തിലുടനീളം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ കള്ളപ്രചരണങ്ങൾ സഭയിലും ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. അഗ്നിവീർ പദ്ധതിയിൽ സൈനിക സേവനം നടത്തുന്ന പട്ടാളക്കാർ വീരമൃത്യു വരിച്ചാൽ 1 രൂപ പോലും കുടുംബത്തിന് മോദി സർക്കാർ നൽകുന്നില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. അഗ്നിവീറുകാർക്ക് പെൻഷൻ പോലും ഇല്ല എന്നും മോദി അവരെ രക്തസാക്ഷികളാക്കി കാണുന്നില്ല എന്നും 1 രൂപ പോലും പണം നൽകുന്നില്ല എന്നും രാഹുൽ ആരോപിച്ചു. ഇത്തരത്തിൽ പച്ചക്കള്ളം സഭയിൽ പറയരുതെന്ന് പ്രതികരണത്തോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടിക്കായി എഴുന്നേറ്റു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്ന് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പരിശീലന വേളയിലോ സുരക്ഷാ ദൗത്യത്തിനിടയിലോ വീരമൃത്യു വരിച്ചാൽ ആ സൈനികന്റെ കുടുംബത്തിന് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് സഭയെ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുലിന്റെ വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. രാഹുൽ പറയുന്നത് കുടുംബത്തിന് 1 രൂപ പോലും സഹായം നൽകുന്നില്ല എന്നാണ്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആധികാരികമായി അറിയിച്ചിരിക്കുന്നത് 1 കോടി രൂപ ലഭിക്കുമെന്നാണ്. അഗ്നിവീർ സൈനികരുടെ കുടുംബങ്ങൾക്ക് സഹായദാനം ലഭിക്കില്ല എന്ന വിവരം രാഹുലും കൂട്ടർക്കും എവിടെ നിന്ന് ലഭിച്ചു എന്ന് അവർ സഭയ്ക്ക് മുന്നിൽ വെക്കണം. ഈ സഭ നുണ പറയാനുള്ള ഇടമല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് എന്ന് അവർ തെളിയിക്കണം. അല്ലെങ്കിൽ ഈ സഭയോടും രാജ്യത്തോടും അഗ്നിവീർ ജവാന്മാരോടും മാപ്പ് ചോദിക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു.